മുസ്ലിം ലീഗിന് അതൃപ്തി. UDF-ൽ പ്രശ്നപരിഹാരത്തിന് ശ്രമമുണ്ടാകുന്നില്ലെന്ന് മുസ്ലിം ലീഗ്. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നീണ്ടുപോകട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാൻ കഴിയുന്നില്ലെന്ന വികാരവും ലീഗിനുണ്ട്. ഇന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ചയാകും. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. UDF സംവിധാനം വളരെ ശക്തമായി പോകണം എന്ന് തന്നെയാണ് എല്ലാ കാലത്തും പാർട്ടി ആഗ്രഹിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോഴും ലീഗിൻ്റെ അഭിപ്രായം. ഇപ്പോൾ ശക്തി കുറവുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. എങ്കിലും കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ പാർട്ടി ചെയ്യും. അല്ല, അതിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. UDF ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി പോകേണ്ട സമയമാണിത്. കേരളത്തിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം നിൽക്കാൻ UDF-ലെ നേതാക്കന്മാരും ഘടകകക്ഷികളും തയ്യാറാകണം എന്ന അഭിപ്രായം മുസ്ലിം ലീഗിനുണ്ട്. സലാമിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. ഇനി ശാന്തകുമാർ വെള്ളാലത്തിലേക്കാണ്. ശാന്തകുമാർ, ഈ തരൂർ വിവാദത്തിലടക്കം ലീഗ് നേതാക്കളുടെ പ്രതികരണം, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയൊക്കെ പരസ്യമായി അതൃപ്തി അറിയിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ ഈ ചേരി തിരിഞ്ഞുള്ള പ്രതികരണം അത് മുന്നണിയെ തന്നെ ബാധിക്കുമെന്ന ആശങ്ക ലീഗിനുണ്ട്. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി അത് ഏറെ നിർണായകമാണ്. എന്താണ് ലീഗിന്റെ മനസ്സിലുള്ളത്? തീർച്ചയായും അരുണി, അത് തന്നെയാണ്. ഏറെ ഒത്തൊരുമോടുകൂടി ഒറ്റക്കെട്ടായി പോകേണ്ട ഒരു ഘട്ടമാണ് ഇതെന്ന് നേരത്തെ PMS സലാം പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ നിന്ന് വിഭിന്നമാണ് കോൺഗ്രസിൽ നിന്നുള്ള നിലപാട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കോൺഗ്രസിൽ പല വിധത്തിലുള്ള തർക്കങ്ങൾ ഉടലെടുക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള തർക്കം ഉടലെടുത്തു. അതിനുശേഷം ഇപ്പോൾ ശശി തരൂരിൻ്റെ ലേഖന വിവാദം വന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയ്ക്കൊരു പരിഹാരം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. അത് ഏറെ കാലമായി കോൺഗ്രസിനുള്ളിൽ ഉടലെടുക്കുന്ന ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു. അതായത് പൊതുസമൂഹത്തിനിടയിൽ UDF-നകത്ത് ഐക്യമില്ല, കോൺഗ്രസിനകത്ത് തർക്കങ്ങൾ ഉടലെടുക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ, ഇത്തരം രീതികളെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇവ പരിഹരിക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ശ്രമവും നടത്തുന്നില്ല എന്ന് തന്നെയാണ് ശക്തമായ വിമർശനം തന്നെയാണ് ലീഗ് നേതാക്കൾക്കിടയിലുള്ളത്. ഇന്ന് സംസ്ഥാന നേതൃയോഗം ചേരുകയാണ്. മലപ്പുറത്ത് ലീഗ് ഹൗസിലാണ് ഈ സംസ്ഥാന നേതൃയോഗം ചേരുന്നത്. സംസ്ഥാന സെക്രട്ടറി യോഗം രാവിലെ തീർന്നു. ഇപ്പോൾ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം ചേരുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കാണും. ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് PMS സലാം യോഗത്തിന് മുമ്പ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ UDF-ലെ ഇത്തരം പ്രശ്നങ്ങൾ, കോൺഗ്രസിനകത്തെ ഇത്തരം പ്രശ്നങ്ങൾ എല്ലാം വലിയ ഒരു വിഷയമായി തന്നെയാണ് ലീഗ് കാണുന്നത്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് ലീഗ് നേതൃത്വം ആവശ്യപ്പെടുന്നത്. അരുണ്യ. ശരി, ശാന്തകുമാർ വെള്ളാലത്താണ് മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങൾ നൽകി.